ഓക്കെ, ഇപ്പോൾ വെൽക്കം ടു മാസ്റ്റർ കീ. നമ്മൾ ഇന്ന് നോക്കുന്നത് CDPയുടെ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ഓഫീസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കുള്ള തസ്തികയിലേക്കുള്ള കുറച്ച് അതിൻ്റെ പ്രീവിയസ് റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള സോഷ്യോളജിയിലെ റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് ഇന്ന് നടത്തുന്നത്. ഓക്കെ, CDPO സിലബസ് ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു സെഷനാണ്. ഇതിൽ എടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സോഷ്യോളജിയുടെ മൊഡ്യൂൾ 5 സോഷ്യൽ റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളുണ്ട്. അപ്പോൾ ആ ഒരു മൊഡ്യൂളിനെ കുറിച്ച് അനലൈസ് ചെയ്യുവാണ്. ആൻഡ് ഈ മൊഡ്യൂളുമായി ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നു. അത്രയുമാണ് ഈ ഒരു സെഷനിലൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സോഷ്യൽ റിസർച്ച് മെത്തേഡ് ഇപ്പോൾ നമ്മൾ സോഷ്യോളജി PG അല്ലെങ്കിൽ ഡിഗ്രി ചെയ്തവർക്ക് നമുക്ക് പഠിച്ചൊരു പേപ്പറാണിത്. അപ്പോൾ സോഷ്യൽ റിസർച്ച് മെത്തേഡ് എന്ന് പറയുമ്പോൾ ടൈപ്പ് ഓഫ് റിസർച്ചിനെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ടൈപ്പ് ഓഫ് റിസർച്ച് എന്ന് പറയുമ്പോൾ പ്രധാനമായും എന്താണ് പർപ്പസിനെ ബേസ് ചെയ്തിട്ടും ടൈപ്പ് ഓഫ് റിസർച്ച് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് സോഷ്യൽ റിസർച്ചാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പർപ്പസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും അതുപോലെ എന്താണ് മെത്തഡോളജി ബേസ് ചെയ്തിട്ടും ആൻഡ് പർപ്പസ് മെത്തഡോളജി ആൻഡ് ഔട്ട്കം ബേസ് ചെയ്തിട്ടും സോഷ്യൽ റിസർച്ചിനെ എന്ത് ചെയ്യുന്നു, പലതായിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ പർപ്പസ് ഒന്നാമത്തെ ഒരു കണ്ടീഷൻ ബേസ്ഡ് ഓൺ പർപ്പസ് ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് മെത്തഡോളജി ആണ്. ആൻഡ് മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്കം ആണ്. ഈ 3 കണ്ടീഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സോഷ്യൽ റിസർച്ചിനെ പല ടൈപ്പുകളായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പർപ്പസ് ബേസ് ചെയ്തിട്ടാണ് ഏതൊക്കെയാണ് പർപ്പസ് ഓഫ് സോഷ്യൽ റിസർച്ച്. കണ്ടോ, ഇങ്ങനെ ഒരുമിച്ച് കിടക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. പർപ്പസ് ഓഫ് സോഷ്യൽ റിസർച്ച് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് എക്സ്പ്ലോറേറ്ററി ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് എക്സ്പ്ലനേറ്ററി. അപ്പോൾ പർപ്പസ് ബേസ്ഡ് ആയിട്ട് എക്സ്പ്ലോറേറ്ററി, ഡിസ്ക്രിപ്റ്റീവ്, എക്സ്പ്ലനേറ്ററി, ഈ 3 ടൈപ്പ് ഓഫ് സോഷ്യൽ റിസർച്ചും വരുന്നത് പർപ്പസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ട്. ബേസ്ഡ് ഓൺ പർപ്പസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കാറ്റഗറൈസേഷൻ ആണ്. ഇനി മെത്തഡോളജി. ഓക്കെ, മെത്തഡോളജി എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ മെത്തഡോളജി ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഉണ്ട്, പിന്നെ മിക്സഡ് റിസർച്ച് മെത്തേഡ്. ഓക്കെ, അപ്പോൾ പർപ്പസിനെ ബേസ് ചെയ്ത് എക്സ്പ്ലോറേറ്ററി, ഡിസ്ക്രിപ്റ്റീവ്, എക്സ്പ്ലനേറ്ററി, അതുപോലെ മെത്തഡോളജിയെ ബേസ് ചെയ്തിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ടൈപ്പ് ഓഫ് റിസർച്ച് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഉണ്ട്, മിക്സഡ് മെത്തേഡ്. മിക്സഡ് എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും കൂടെ മിക്സഡ് ആയിട്ട് വരുന്ന മെത്തേഡ്. ആൻഡ് നെക്സ്റ്റ് ഓക്കെ ഗ്രീൻ എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഔട്ട്കം ബേസ്ഡ് ആയിട്ടാണ്. ഔട്ട്കം ബേസ് ചെയ്തിട്ട് എന്താണ് അപ്ലൈഡ് റിസർച്ച് ഉണ്ട്, പിന്നെ അതുപോലെ ബേസിക് ഓർ ഫണ്ടമെന്റൽ പ്യൂർ റിസർച്ച്, ആക്ഷൻ ആൻഡ് പാർട്ടിസിപ്പേറ്ററി. ഓക്കെ, ഇങ്ങനെ എന്താണ് 3 ബേസ്ഡ് ഓൺ 3 ടൈപ്പ് ഓഫ് കാറ്റഗറൈസേഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് ടൈപ്പ് ഓഫ് സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പലതായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. പർപ്പസ് ബേസ്ഡ് ഓൺ പർപ്പസസിൽ എക്സ്പ്ലോറേറ്ററി, ഡിസ്ക്രിപ്റ്റീവ്, എക്സ്പ്ലനേറ്ററി, മെത്തഡോളജി ബേസ്ഡ് ആയിട്ടാണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, മിക്സഡ്, ഔട്ട്കം ബേസ്ഡ് ആയിട്ട് അപ്ലൈഡ്, ബേസിക്, ആക്ഷൻ, പാർട്ടിസിപ്പേറ്ററി. ഇങ്ങനെയാണ് എന്ത് റിസർച്ച് ടൈപ്പ്, സോഷ്യൽ റിസർച്ച് ടൈപ്പുകൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഓരോ ടൈപ്പ് ഓഫ് റിസർച്ചിനെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഇവിടെ. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ടൈപ്പ് ഓഫ് സോഷ്യൽ റിസർച്ച് എന്നുള്ളത്. ഓക്കെ, ടൈപ്പ് ഓഫ് സോഷ്യൽ റിസർച്ച് എന്നുള്ളത് അതാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇത്രയും കാര്യങ്ങൾ, അതായത് ഈ പർപ്പസിനെ ബേസ് ചെയ്തിട്ടുള്ള കാറ്റഗറൈസേഷൻ ടൈപ്പുകൾ പഠിക്കണം, മെത്തഡോളജി ബേസ് ചെയ്തിട്ടുള്ള കാറ്റഗറൈസേഷൻ പഠിക്കണം, ഔട്ട്കം ബേസ്ഡ് ആയിട്ടുള്ള കാറ്റഗറൈസേഷൻസും പഠിക്കണം. ആൻഡ് അത് കൂടാണ്ട് ഇവിടെ ഉള്ള മറ്റൊരു കാര്യമാണ് റിസർച്ച് ഡിസൈൻസിനെ കുറിച്ച് പഠിക്കണം. റിസർച്ച് ഡിസൈൻ, അതിൽ ക്രോസ് സെക്ഷണൽ ഡിസൈൻസ് അതൊക്കെ ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. ലോഞ്ചിറ്റ്യൂഡിനൽ, ക്രോസ് സെക്ഷണൽ, കേസ് സ്റ്റഡി മെത്തേഡ്, അതൊക്കെ റിസർച്ച് ഡിസൈൻസ് ആണ്. അതെന്താണെന്നുള്ളത് നമുക്ക് പഠിക്കണം. അതുപോലെ ടൈപ്പ് ഓഫ് ഡേറ്റ, അതായത് ക്വാളിറ്റേറ്റീവ് ഡേറ്റ ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ ഉണ്ട്, അതുപോലെ പ്രൈമറി ഡേറ്റ, സെക്കൻഡറി ഡേറ്റ, അങ്ങനെ ഡേറ്റയുടെ കാറ്റഗറൈസേഷൻ ഒക്കെ നമുക്ക് പഠിക്കണം. പിന്നെ റിസർച്ച് സ്റ്റെപ്സ് എന്താണ്, ബേസിക് സ്റ്റെപ്സ് ഇൻ റിസർച്ചും പഠിക്കണം. ഓക്കെ, ഇപ്പം ഈ മേഖല ഇത്രയും കാര്യമാണ് റിസർച്ചുമായി ബന്ധപ്പെടുത്തിയിട്ട് സോഷ്യോളജിയുടെ മേഖലയിൽ നിന്നും വന്നിട്ടുള്ള എന്താണ് ടോപ്പിക് സിലബസ് എന്ന് പറയുന്നത്. ആൻഡ് ഇനി 2022 CDPയോട് ചോദിച്ചിട്ടുള്ള
സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്ന മൊഡ്യൂളുമായി ബന്ധപ്പെടുത്തിയിട്ട് വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ നോക്കുന്നത്. ഇതിൽ ഫസ്റ്റ് വൺ, സോഷ്യൽ റിസർച്ച് ദാറ്റ് പ്രൈമർലി അൺഫോൾഡ് ഇൻഡിവിജ്വൽസ് ഇന്നർ വേൾഡ് എക്സ്പീരിയൻസ്. സോഷ്യൽ റിസർച്ച് അത് എന്താണ്, വ്യക്തികളുടെ ഇന്നർ വേൾഡ് എക്സ്പീരിയൻസസിനെ കൺസേൺ ചെയ്യുന്ന ടൈപ്പ് ഓഫ് സോഷ്യൽ റിസർച്ചിന് എന്ത് പറയുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. അതിന് ഓപ്ഷൻ ഇവിടെ കേസ് സ്റ്റഡി കൊടുത്തിട്ടുണ്ട്, എത്തനോഗ്രഫി തന്നിട്ടുണ്ട്, ഓപ്ഷനിൽ തന്നിട്ടുണ്ട്, ഫിനോമിനോളജി തന്നിട്ടുണ്ട്, ഗ്രൗണ്ടഡ് തിയറി തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫെനോമിനോളജിയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ടൈപ്പ് ഓഫ് റിസർച്ചും അതുപോലെ റിസർച്ച് ഡിസൈൻസ് ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളിങ്ങനെ പഠിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ ആൻസേഴ്സ് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ കേസ് സ്റ്റഡിയൊക്കെ റിസർച്ച് ഡിസൈനിനകത്ത് നമ്മൾ പഠിക്കാനുണ്ട്, നമ്മൾ സിലബസ് നോക്കിയപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ കേസ് സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഇൻഡെപ്ത് സ്റ്റഡിയാണ്. അതായത് ഒരു പർട്ടിക്കുലർ സിംഗിൾ പ്രോബ്ലത്തെ എടുത്തിട്ട് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ആഴത്തിൽ പഠിക്കുന്ന ഒരു രീതിയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡെപ്ത് സ്റ്റഡി എന്ന് നമുക്ക് പറയാം. ഇൻഡെപ്ത് സ്റ്റഡിയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ആൻഡ് എത്നോഗ്രഫി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ്, അതായത് ഇപ്പോൾ ഒരു ട്രൈബൽ ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് നമുക്ക് എന്താണ് എത്നോഗ്രഫി എന്ന് നമുക്ക് പറയാം. ആൻഡ് ഫിനോമിനോളജി എന്ന് പറയുന്നത് നമുക്ക് പറയാം എന്താണ്, ഒരു വ്യക്തികളുടെ ഇന്നർ വേൾഡ്, അവരുടെ ഇന്നർ വേൾഡ് മാറ്റേഴ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ഈ ഫെനോമിനോളജി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ആൻഡ് ഗ്രൗണ്ടഡ് തിയറി എന്ന് പറയുന്നത് ഓൾറെഡി എക്സിസ്റ്റഡായി നിൽക്കുന്ന കാര്യത്തിൽ നിന്നും പുതിയത് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, മറിച്ച് പുതിയ ഒരു കാര്യത്തെ എന്ത് ചെയ്യുന്നു, പുതിയ ഡേറ്റ കണ്ടെത്തി പുതിയ കാര്യത്തെ നമ്മൾ ന്യൂലി നമ്മൾ പഠിക്കുന്ന ഒരു രീതിയാണ് ഗ്രൗണ്ടഡ് തിയറി എന്ന് പറയുന്നത്. ന്യൂലി സ്റ്റഡീഡ് ടോപ്പിക്. അതാണ് ഗ്രൗണ്ടഡ് തിയറി എന്ന് പറയുന്നത്. അപ്പം ഇതാണ് ഓപ്ഷൻ. പിന്നെ ആൻസർ ഫെനോമിനോളജിയാണ്. ഓക്കെ, എങ്ങനെ ഈ ഒരു ആൻസറിലേക്ക് വന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. ഇവിടെ ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഫിനോമിനോളജി എന്ന് പറയുമ്പോൾ ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് പീപ്പിൾസ് ലൈവ്ഡ് എക്സ്പീരിയൻസ്, അതായത് വ്യക്തികളുടെ എന്താണ് ലൈവ്ഡ് എക്സ്പീരിയൻസസും അതുപോലെ അവരുടെ പെർസെപ്ഷൻസുകൾ, അവരുടെ കാഴ്ചപ്പാടുകൾ, അവരുടെ ഇമോഷൻസ് ആൻഡ് മീനിങ്സിനെയൊക്കെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന ഫോക്കസ് ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് ഫെനോമിനോളജി എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് എക്സ്പ്ലോർസ് ഹൗ ഇൻഡിവിജ്വൽസ് എക്സ്പീരിയൻസ് ആൻഡ് ഇന്റർപ്രറ്റ് ദ വേർഡ്സ് അറൗണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് ഈ സ്റ്റഡിയിലൂടെ ഫോക്കസ് ചെയ്യുന്നത്, എന്താണ് എങ്ങനെ വ്യക്തികൾ എന്ത് ചെയ്യുന്നു, അവരുടെ ചുറ്റുപാടിനെ, അവരുടെ സമൂഹത്തേക്ക് ഇന്റർപ്രറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു എന്നതിനെക്കുറിച്ച്, അവരുടെ ആ ഒരു ഇമോഷൻസിനെ കുറിച്ച്, അവരുടെ മീനിങ്സ്, അവരുടെ പെർസെപ്ഷനെ കുറിച്ചും എക്സ്പീരിയൻസസിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ് ഈ ഫെനോമിനോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ റിസർച്ച് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ റിസർച്ചിൻ്റെ പോർഷൻസ് കവർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഫിനോമിനോളജി ഇതുപോലെ തന്നെ നമ്മൾ ആന്ത്രപ്പോളജി സ്റ്റഡീസിനെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ സോഷ്യോളജിയുടെ സിലബസിൽ നമ്മൾ തിയറിയെക്കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നതാണ്. ഓക്കെ, അതിൽ ഓരോ വ്യക്തികളെ കുറിച്ച് നമ്മൾ പഠിക്കും. അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻസ്, അതായത് ആന്ത്രപ്പോളജിസ്റ്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മളതിൽ പഠിക്കുന്നതാണ്, ഒരു വ്യക്തിയെക്കുറിച്ചൊക്കെ പഠിക്കും. ഓക്കെ, അത് നമുക്ക് റിസർച്ചുമായിട്ട് കണക്റ്റഡ് അല്ല, നമുക്ക് ആ കോൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ് റിസർച്ചിൽ വന്നത്. ആൻഡ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ക്യാരക്ടറിസ്റ്റിക്സ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് തന്നിരിക്കുന്നതിൽ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള, അത് ഗുണപരമായിട്ടുള്ളതാണ്. ഓക്കെ, ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ എബിലിറ്റി, നോളജ്, അതുപോലെ തന്നെ നമ്മുടെ സ്കിൽസ്, നമ്മുടെ അവെയർനെസ്, ഇമോഷൻസ്, ഇതൊക്കെ നമ്മുടെ ക്വാളിറ്റേറ്റീവ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ മെഷറബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഈ നമ്പറൊന്നും നിങ്ങൾ നോക്കേണ്ട, അത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അതാണ് ആ ഒരു നമ്പർ വന്നിരിക്കുന്നത്, ഓർഡർ അല്ലാത്തത്. Which of the following characterize qualitative research? കോസൽ കണക്ഷൻസ്. കോസൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫാക്ട്സുകൾ അല്ലെങ്കിൽ കോസ് ആൻഡ് എഫക്ട്സ് റിലേഷൻഷിപ്പാണ് പറയുന്നത്. അതാണ് ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ആൻഡ് ഇൻ്റർപ്രിറ്റേറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ് മറ്റൊന്ന്. ആൻഡ് മെഷർമെൻറ്റും ഇത് എന്താണ്, ഇത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. കോസൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കോസ് ആൻഡ് എഫക്ട്സ്, കാര്യകാരണങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. അത് നമുക്ക് എന്താണ് മെഷറബിൾ ആയിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു കറക്റ്റ് ഫൈൻഡിങ്സ് ഉണ്ട്. അപ്പോൾ അത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ക്വാണ്ടിറ്റി ബേസ്ഡ് ആണ്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ്.
ഇവിടെ മെഷർമെന്റ് നമുക്ക് അളക്കാൻ പറ്റുന്ന ഒന്നല്ലേ, മെഷർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതും എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ക്വാണ്ടിറ്റേറ്റീവ്. ഓക്കെ. ആൻഡ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇവിടെ ഇത് ബോത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് നമുക്ക് പറയാം. അതായത് സംടൈംസ് ഇത് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗുണപരമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ ഫോക്കസ് ചെയ്യുകയും, എന്നാൽ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് നമുക്ക് മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ എന്ത് ചെയ്യുന്നു, മെഷറബിൾ ആയിട്ടുള്ള ഡേറ്റയെ തരികയും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ഒരു സവിശേഷതയായിട്ട് നമുക്ക് പറയാം, പ്യൂർലി ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ഒരു സവിശേഷത അല്ല. അതുകൊണ്ട് ഈ ഓപ്ഷനും എന്താണ്, നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും നമ്മൾ നോക്കേണ്ടത് മോസ്റ്റ് പ്രോബബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആൻസറിലേക്ക് വരേണ്ടത്. ഓക്കെ. അപ്പം നമ്മൾ ഓരോ ഓപ്ഷനും നമ്മൾ എങ്ങനെ എലിമിനേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, നമ്മൾ അത് ബോത്ത് ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയാം. അപ്പോൾ ഇത് പ്യൂർലി ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ സവിശേഷത അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത് ഇഗ്നോർ ചെയ്യാം. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഇൻ്റർപ്രിറ്റേറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ എന്താണ്, നമ്മൾ വിശകലനം ചെയ്ത് വിശദമായി മനസ്സിലാക്കുക എന്നുള്ളത്. അത് എന്ത് ചെയ്യുക, ഇൻ്റർപ്രിറ്റേറ്റീവ് സ്റ്റഡി എന്നൊക്കെ പറയുന്നത് എന്താണ്, ഒരു ക്വാളിറ്റേറ്റീവ് നാച്ചുറൽ ഉള്ളതാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ. നോക്കൂ, ക്വാളിറ്റേറ്റീവ് റിസർച്ച് എയിം ടു അണ്ടർസ്റ്റാൻഡ് മീനിങ്, എക്സ്പീരിയൻസ്, ബിലീഫ്സ്, ഇൻ്റർപ്രിട്ടേഷൻ റാദർ ദാൻ മെഷറിംഗ് വേരിയബിൾസ് ഓർ എസ്റ്റാബ്ലിഷിംഗ് കോസൽ റിലേഷൻഷിപ്സ്. അപ്പോൾ എന്താണ്, ഒരു കോസൽ റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ നമുക്ക് അവിടെ എന്താണ്, നമുക്ക് ബിലീഫ്സ്, എക്സ്പീരിയൻസസ്, നമ്മുടെ മീനിങ്സ്, ഇതിനെയൊക്കെ മനസ്സിലാക്കാനും മെഷർ ചെയ്യാനൊക്കെ ഉള്ള ഒരു കാര്യമാണ് മെയിൻലി ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ഒരു സവിശേഷതയായിട്ട് വരുന്നത് എന്താണ്, ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന വാക്ക് പഠിച്ചു അല്ലേ. അപ്പോൾ ഇൻ്റർപ്രിറ്റേറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. ഇത് ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ഒക്കെ നമുക്ക് ടൈപ്പ് ഓഫ് റിസർച്ചിനകത്ത് ആ ഒരു ടോപ്പിക്കിനുണ്ടല്ലോ പഠിക്കേണ്ട ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ആൻഡ് നോക്കൂ, കോസൽ കണക്ഷൻ ഞാൻ പറഞ്ഞതുപോലെ എന്താണ്, ഇത് മെയിൻലി എന്ത് ചെയ്യുന്നു, ക്വാണ്ടിറ്റേറ്റീവ് ആണ് കോസൽ കണക്ഷൻ. ആൻഡ് ഇൻ്റർപ്രിറ്റേറ്റീവ് അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. മെഷർമെന്റ് എന്ന് പറയുന്നത് എന്താണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അതുപോലെ എന്താണ്, ഇൻ്റർവ്യൂ ഷെഡ്യൂൾ എന്ന് പറയുന്നത് എ ടൂൾ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ബോത്ത് ടൈപ്പ് ബട്ട് ഇറ്റ് നോട്ട് ബി ഡിഫൈൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ രണ്ട് ടൈപ്പ്, അതായത് ക്വാളിറ്റേറ്റീവിലും ക്വാണ്ടിറ്റേറ്റീവിലും രണ്ടിലും ഉപയോഗിക്കുന്ന ഒന്നാണ് ഇൻ്റർവ്യൂ ഷെഡ്യൂൾ എന്ന് പറയുന്നത്, ആ ഒരു ടൂൾ. അപ്പോൾ അതുകൊണ്ട് അത് പ്യൂർലി ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ സവിശേഷതയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഓപ്ഷൻ ബി ഇവിടെ ആൻസർ ആയിട്ട് വന്നത്. ഓക്കെ. ഇതിലൂടെ നിങ്ങൾക്ക് എങ്ങനെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിൽ ഓപ്ഷൻസ് വായിച്ചിട്ട് നമുക്ക് എങ്ങനെ ഓരോന്നും എലിമിനേറ്റ് ചെയ്ത് കറക്റ്റ് ആൻസറിലേക്ക് എത്താം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഈ റിസർച്ച് എന്ന് പറയുന്ന സോഷ്യൽ റിസർച്ച് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു അതിൻ്റെ സിലബസ് നമ്മൾ നോക്കി ആ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും ആ ഒരു ഏരിയയിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന്. ഓക്കെ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അനാലിസിസ് സെക്ഷൻ. ആൻഡ് നെക്സ്റ്റ്, കൺസിഡറിങ് സോഷ്യൽ റിസർച്ച് വിച്ച് എമംഗ് ദ ഫോളോവിങ് ഇസ് നോട്ട് പാർട്ട് ഓഫ് ദ സബ്ജക്റ്റീവ് റിയാലിറ്റി. ഇപ്പോൾ തന്നിരിക്കുന്നതിൽ ഈ സബ്ജക്റ്റീവ് റിയാലിറ്റിയുടെ പാർട്ട് അല്ലാത്തത് ഏതെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് പാർട്ട് ഓഫ് ദ സബ്ജക്റ്റീവ് റിയാലിറ്റി. ഇവിടെ നോക്കേ, നോംസ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ നോംസ് ഒരു സബ്ജക്റ്റീവ് റിയാലിറ്റി അല്ല എന്നാണ് പറയുന്നത്. സബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്വാളിറ്റേറ്റീവ്. അപ്പോൾ ഇതൊരു നോംസ് എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് അല്ല, അല്ലെങ്കിൽ സബ്ജക്റ്റീവ് അല്ല. അതാണ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിതിലൊരു ഡൗട്ട് ഉണ്ടായിരിക്കാം, സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പം വാല്യൂസ് എന്ന് പറയുന്നത് ചില മൂല്യങ്ങൾ അല്ലേ, മൂല്യങ്ങൾ, സൊസൈറ്റി നിലനിൽക്കുന്ന വാല്യൂസ്, സോഷ്യൽ വാല്യൂസ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, ക്വാളിറ്റേറ്റീവാണ് അല്ലേ, സബ്ജക്റ്റീവാണ്. ചില ഏജൻസികൾ, മീനിങ്സ്, ഇതൊക്കെ എന്താണ്, ക്വാളിറ്റി, ഗുണപരമായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സാണ് പറയുന്നത്. നോംസും അങ്ങനെ അല്ലേ ടീച്ചർ എന്ന് നിങ്ങൾക്ക് തോന്നാം, നിങ്ങൾ ചോദിക്കാം. പക്ഷേ നോംസ് എന്ന് പറയുന്നത് നോംസ് നോട്ട് സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. മറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് നമുക്ക് എഴുതപ്പെടാത്ത റൂൾസ് ആൻഡ് റെഗുലേഷൻസുകളൊക്കെയാണ് സോഷ്യൽ നോംസിനകത്ത് വരുന്നത്. അപ്പോൾ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, അത് എഴുതപ്പെടുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ അതും ഒരു ക്വാളിറ്റേറ്റീവിലേക്കാണ് പോകുന്നത് കേട്ടോ. അതാണ് ആൻസർ ഓപ്ഷൻ എ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ. നോക്കൂ, സബ്ജക്റ്റീവ് റിയാലിറ്റി ഇൻക്ലൂഡ് പേഴ്സണൽ മീനിങ്സ്, അതായത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, വാല്യൂസ്, അതുപോലെ തന്നെ എന്താണ് ഇൻഡിവിജ്വൽ ഏജൻസീസ് ഒക്കെ ഈ സബ്ജക്റ്റീവ് റിയാലിറ്റിക്കകത്ത് ഉൾപ്പെടുന്നു. ഇൻഡിവിജ്വൽ ഏജൻസീസ് ഒക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ. ആൻഡ് നോം എന്ന് പറയുമ്പോൾ സോഷ്യലി ഷെയർഡ് റൂൾസ് ആണ് നോംസ് എന്ന് പറയുന്നത്. എഴുതപ്പെടാത്ത അൺറിട്ടൺ ആയിട്ടുള്ള സോഷ്യലി ഷെയർഡ് റൂൾസ് ആണ്
നോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഷ്യലി ഷെയർഡ് റൂൾസ്, നോംസ് ആർ സോഷ്യലി ഷെയർഡ് റൂൾസ് ആൻഡ് പാർട്ട് ഓഫ് ഒബ്ജക്റ്റീവ് ഓർ സോഷ്യൽ റിയാലിറ്റി. അത് സാമൂഹിക യാഥാർത്ഥ്യത്തിൻ്റെ പാർട്ടാണ് ഈ സോഷ്യലി ഷെയർഡ് റൂൾസ് എന്ന് പറയുന്ന ഈ നോംസ് എന്താണ്, സോഷ്യൽ റിയാലിറ്റിയുടെ പാർട്ടാണ്. അതൊരു സബ്ജക്റ്റീവ് റിയാലിറ്റി അല്ല, കണ്ടോ, നോട്ട് ആൻഡ് സബ്ജക്റ്റീവ് റിയാലിറ്റി. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, ആ നോംസ് ഇവിടെ ആൻസർ ആയിട്ട് വന്നത്. അപ്പോൾ ബി വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്, സബ്ജക്റ്റീവാണ്. ആൻഡ് അതുപോലെ തന്നെ ഏജൻസിയും സബ്ജക്റ്റീവാണ് ആൻഡ് മീനിങ്ങും സബ്ജക്റ്റീവാണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് എന്താണ്, ഓപ്ഷൻ എ നോംസ്. നോംസ് എന്ന് പറയുന്നത് എന്താണ്, സോഷ്യൽ റിയാലിറ്റിയുടെ പാർട്ടാണ്, നോട്ട് സബ്ജക്റ്റീവ് റിയാലിറ്റി. അതൊരു സബ്ജക്റ്റീവ് റിയാലിറ്റി അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആൻഡ് which among the following comprise part of steps in social research? സോഷ്യൽ റിസർച്ചിൻ്റെ സ്റ്റെപ്സുകൾ നമ്മൾ പഠിക്കും. അപ്പോൾ ഈ സോഷ്യൽ റിസർച്ചിൻ്റെ സ്റ്റെപ്പിൽ which among the following is comprise part of steps in social research? സോഷ്യൽ റിസർച്ചിൻ്റെ പാർട്ടായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സിൽ വരുന്ന കാര്യങ്ങൾ ഇതിൽ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം, ഡിസൈഡിങ് ആൻഡ് അപ്രോപ്രിയേറ്റ് ടൈറ്റിൽ. ഒരു റിസർച്ച് പ്രോബ്ലം അതിനെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു അപ്രോപ്രിയേറ്റ് ടൈറ്റിൽ എന്ത് ചെയ്യുക, നമ്മൾ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് എന്ത് പറയുന്നത്, ഒന്നാമത്തെ ഇതിൻ്റെ ഒരു ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ സോഷ്യൽ റിസർച്ച് ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഏതൊരു റിസർച്ചിലായിരുന്നാലും നമുക്ക് ബേസിക്കലി നമ്മൾ ആദ്യം എന്താ ചെയ്യുക, ഒരു റിസർച്ച് പ്രോബ്ലം ഡിഫൈൻ ചെയ്യുക അല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് ഏറ്റവും ബേസിക്കായിട്ട് വരുന്ന ഒരു സ്റ്റെപ്പ്. അപ്പോൾ ഇത് ഒരു റിസർച്ച് സ്റ്റെപ്സ്, സോഷ്യൽ റിസർച്ച് സ്റ്റെപ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വളരെ കറക്റ്റായിട്ട് ഈസിലി നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ് ഡിസൈഡിങ് ആൻഡ് അപ്രോപ്രിയേറ്റ് ടൈറ്റിൽ എന്നുള്ളത്. സെക്കൻഡ് വൺ, സെറ്റിംഗ് ദ റിസർച്ച് ഡിസൈൻ. എന്താണ് സെറ്റിംഗ് ദ റിസർച്ച് ഡിസൈൻ എന്നുള്ളതാണ്. അതായത് റിസർച്ച് ഡിസൈൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതും എന്ത് തന്നെയാണ്, ഒരു സ്റ്റെപ്പ് തന്നെയാണ് റിസർച്ച് ഡിസൈൻ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് മറ്റേ നമ്മുടെ കേസിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ക്രോസ് സെക്ഷണൽ ഡിസൈൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ പഠിക്കും. റിസർച്ച് ഡിസൈൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ കളക്ടിങ് ഡേറ്റ കളക്ട് ചെയ്യുക. നമ്മൾ റിസർച്ച് പ്രോബ്ലം ഒക്കെ സെലക്ട് ചെയ്തു, റിസർച്ച് ഡിസൈൻസ് ഒക്കെ ആയി, പിന്നെ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യേണ്ടേ. ഡേറ്റ കളക്ട് ചെയ്യാതെ നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതും റിസർച്ചിൻ്റെ ഒരു സ്റ്റെപ്പ് തന്നെയാണ്. ഓക്കെ, കളക്ടിങ് ഡേറ്റ. അപ്പോൾ ഇത് മൂന്നും എന്താണ്, റിസർച്ചിൻ്റെ, സോഷ്യൽ റിസർച്ചിൻ്റെ അല്ലെങ്കിൽ റിസർച്ചിൻ്റെ സ്റ്റെപ്സ് ആണ്. അപ്പോൾ ഇത് എന്താണ്, ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതാണ് സോഷ്യൽ റിസർച്ചിൻ്റെ സ്റ്റെപ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് മൂന്നും സ്റ്റെപ്സ് ആണ്. അപ്പോൾ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്, ഓൾ ഓഫ് ദിസ് അല്ലെങ്കിൽ ഓൾ ഓഫ് എബോ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദിസ്. ഓക്കെ, the research process includes deciding an appropriate title, setting the research design, collecting data. ഇതൊക്കെ അതിൻ്റെ എന്താണ്, സ്റ്റെപ്സ് ഓഫ് സോഷ്യൽ റിസർച്ച് ആണ്. ആ ഒരു ടോപ്പിക് എടുക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ സോഷ്യൽ റിസർച്ച് സ്റ്റെപ്സുകളെ കുറിച്ച് പഠിക്കാം. ആൻഡ് therefore all of these are steps in social research. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, പാർട്ടിസിപ്പേറ്റ് ഒബ്സർവേഷൻ ഇൻക്ലൂഡ്സ്. നമുക്ക് ഒബ്സർവേഷൻ, അത് നമ്മൾ പറയുന്നത് നമ്മളെ കളക്ഷൻ ഓഫ് ഡേറ്റയ്ക്കകത്ത് നമുക്ക് പല അല്ലെങ്കിൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യേണ്ട ടൂൾസ് ആൻഡ് ടെക്നിക്സ് പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡേറ്റ കളക്ഷനുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഒബ്സർവേഷനും ഇൻ്റർവ്യൂവും ഒക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ഒബ്സർവേഷൻ, അത് പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷനെ കുറിച്ചാണ് പറയുന്നത്. സിമ്പിളാണ് കാര്യങ്ങളൊക്കെ. പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, റിസർച്ചർ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് റിസർച്ചർ എന്ത് കാര്യമാണോ അല്ലെങ്കിൽ ഏത് സോഷ്യൽ ഗ്രൂപ്പിനെ കുറിച്ചാണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിൽ റിസർച്ചറും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന എന്താണ് ഒബ്സർവേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. അതായത് റിസർച്ചർ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നു തൻ്റെ റിസർച്ചിന് വേണ്ടി എന്നുള്ളതാണ് ആ പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. റിസർച്ചർ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ എവറിഡേ ലൈഫ് ഓഫ് ദ സബ്ജക്റ്റ് ഓഫ് സ്റ്റഡി. അപ്പോൾ നമ്മൾ റിസർച്ചർ പഠിക്കേണ്ട ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏരിയയിൽ റിസർച്ചർ എന്ത് ചെയ്യുന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ഒബ്സർവ് ചെയ്യുന്നു. അത് ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അത് ഇഗ്നോർ ചെയ്യുന്നില്ല. രണ്ടാമതെന്ന് പറയുന്നത്, researcher observe the everyday life of the subjects of study but do not participate. അപ്പോൾ റിസർച്ചർ എന്ത് ചെയ്യുന്നു, റിസർച്ചർ പ്രോബ്ലമായി ബന്ധപ്പെടുത്തിയിട്ട് ആ സബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ട് റിസർച്ചർ എന്ത് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ്, ആ ഒരു പ്രോബ്ലമായി ബന്ധപ്പെടുത്തി പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒബ്സർവ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ആ ഒരു റിസർച്ച് പ്രോബ്ലമായിട്ട് ഡയറക്റ്റ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കറിയാം പാർട്ടിസിപ്പൻറ്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ റിസർച്ചർ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഒബ്സർവ് ചെയ്യുന്നു, നിരീക്ഷിക്കുന്നു. സീയിങ് പർപ്പസ്ഫുള്ളി എന്നുള്ളതാണ് ഒബ്സർവേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെ
പർപ്പസ്ഫുള്ളി റിസർച്ചർ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലായേ. ഓക്കെ, ഇനി മൂന്നാമത്തത് റിസർച്ചർ പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദി എവറിഡേ ലൈഫ് ഓഫ് ദ സബ്ജക്ട്സ് ഓഫ് സ്റ്റഡി വിത്ത് എ വ്യൂ ടു ഒബ്സർവ് ദം. ഓക്കെ, അതായത് റിസർച്ചർ പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ എവറിഡേ ലൈഫ് ഓഫ് ദ സബ്ജക്ട്സ് ഓഫ് സ്റ്റഡി വിത്ത് എ വ്യൂ ടു ഒബ്സർവ് ദം എന്നുള്ളതാണ് മൂന്നാമതായിട്ട് പറയുന്നത്. ശരിയായിട്ടുള്ളൊരു കാര്യമല്ലേ? ഓക്കെ, റിസർച്ചർ എന്ത് ചെയ്യുന്നു? പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. പാർട്ടിസിപ്പേറ്റ് ഒബ്സർവേഷൻ എന്താണ്? അവളുടെ സബ്ജക്റ്റുമായി എവറിഡേ ലൈഫ് ഓഫ് ദ സബ്ജക്റ്റ് ഓഫ് ദ സ്റ്റഡി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ വിത്ത് എ വ്യൂ ടു ഒബ്സർവ് ദം. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ആ സബ്ജക്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു അയാളുടെ റിസർച്ച് ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യത്തിൽ റിസർച്ചർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ആൻഡ് വെറുതെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണോ? ഇല്ല, വിത്ത് വ്യൂ ടു ഒബ്സർവ് ദം എന്നുണ്ട് അല്ലേ? അവിടെ എന്ത് ചെയ്യുന്നു? പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ആണ്. അവിടെ ഒബ്സർവ് ചെയ്യണം, വെറുതെ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ പോരാ. അപ്പോൾ ഇത് ഇവിടെ കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ എയും കറക്റ്റാണ്, പക്ഷെ അവിടെ ഒരു കാര്യം അവിടെ ഇൻക്ലൂഡഡ് അല്ല. എന്താണ്? എന്താണ് വ്യൂ ടു ഒബ്സർവ് ദം എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ഇല്ല. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഓക്കെ, ഒബ്സർവ് എന്നുള്ളതില്ല. റിസർച്ചർ പാർട്ടിസിപ്പേറ്റ്സ് ഇൻ എവറിഡേ ലൈഫ് ഓഫ് ദ സബ്ജക്റ്റ് ഓഫ് സ്റ്റഡി എന്നേ ഉള്ളൂ. പക്ഷെ അവിടെ ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളൊരു വാക്ക് ഇവിടെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ആ ഓപ്ഷൻ അവിടെ ഇഗ്നോർ ചെയ്യുന്നത്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഈ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ആൻഡ് ഡി എന്ന് പറയുന്നത് റിസർച്ചർ ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് എന്നുള്ളതാണ്. ആൻഡ് ഓൺലി ഒബ്സർവ് എന്നുള്ളതാണ്. തെറ്റാണ്, നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ആൻസർ ഇവിടെ ഓപ്ഷൻ സി, റിസർച്ചർ പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ എവറിഡേ ലൈഫ് ഓഫ് ദ സബ്ജക്ട്സ് ഓഫ് സ്റ്റഡി വിത്ത് എ വ്യൂ ടു ഒബ്സർവ് ദ. ഓക്കെ, in participant observation the researcher actively participated. കണ്ടോ, പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷനിൽ എങ്ങനെയാണ്? റിസർച്ചർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യും ആൻഡ് ഇൻ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഗ്രൂപ്പ് ബൈ simultaneously observing their behavior. പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മാത്രം പോരാ, എന്ത് ചെയ്യുന്നു? ഒബ്സർവ് ചെയ്യുകയും ചെയ്യുന്നു. ഒബ്സർവിങ് ദെയർ ബിഹേവിയർ ആൻഡ് ഇൻ്ററാക്ഷൻ എന്നുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുവാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് CDPയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസുകൾ വന്നിട്ടുള്ളത് നമ്മുടെ സിലബസിൽ സോഷ്യോളജിക്കൽ റിസർച്ച് എന്ന് പറയുന്ന മൊഡ്യൂൾ 5 ഏതൊക്കെ മേഖലയിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ സോഷ്യൽ റിസർച്ച് ദാറ്റ് പ്രൈമർലി അൺഫോൾഡ് ഇൻഡിവിജ്വൽ ഇൻ എ വേൾഡ് എക്സ്പീരിയൻസ് എന്നുള്ളത് ഫെനോമെനോളജി. അത് നമ്മുടെ മെത്തഡോളജി, നമ്മുടെ ക്വാളിറ്റേറ്റീവ് മെത്തേഡ്സിനകത്ത് അല്ലെങ്കിൽ റിസർച്ചിനകത്ത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ആ ഒരു ഏരിയയിൽ നിന്നാണ്. രണ്ടാമത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ക്യാരക്ടേഴ്സ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്, അത് ഇൻ്റർപ്രിറ്റേറ്റീവ് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വന്നത്. അപ്പോൾ മെത്തഡോളജി എന്ന് പറയുന്ന ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് റിസർച്ചിനകത്താണ് ഈ കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ വിച്ച് അമംഗ് ദ ഫോളോവിങ് ആണ് പാർട്ട് ഓഫ് സബ്ജക്റ്റീവ് റിയാലിറ്റിയുടെ പാർട്ട് അല്ലാത്തത് എന്നുള്ളതാണ്. അത് നോംസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അത് നമ്മുടെ എന്താണ്? അത് നമ്മുടെ സബ്ജക്റ്റീവ് വിസസ് ഒബ്ജക്റ്റീവ് റിയാലിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ചുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ടൈപ്പ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്നുമാണ് ഈ ക്വസ്റ്റ്യൻസുകൾ വന്നിരിക്കുന്നത്. ആൻഡ് വിച്ച് അമംഗ് ദ ഫോളോവിങ് കംപ്രൈസ് പാർട്ട് ഓഫ് സ്റ്റെപ്സ് ഇൻ സോഷ്യൽ റിസർച്ച്, അതെന്ന് പറയുന്നത് നമ്മുടെ ബേസിക് സ്റ്റെപ്സ് ഇൻ റിസർച്ച് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ആ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നതാണ്. ആൻഡ് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ നമ്മുടെ എന്താണ്? നമ്മുടെ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൻ്റെ ബേസസ് ചെയ്തിട്ട് നമ്മുടെ ഡേറ്റ കളക്ഷൻ മെത്തേഡ്സിനകത്തൊക്കെ നമ്മൾ ഒബ്സർവേഷനും ക്വസ്റ്റ്യനെയറും അതുപോലെ ഇൻ്റർവ്യൂ ഒക്കെ നമ്മൾ നോക്കും. അപ്പോൾ അതിനകത്ത് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത് പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ എന്നുള്ളത്. അപ്പോൾ ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അല്ലേ? Okay, and the variable which is systematically changed or manipulated by the experimenter is known as ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അതായത് വേരിയബിൾസ്, റിസർച്ചിൻ്റെ വേരിയബിൾസ് എന്ന് പറയുന്നൊരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൂടി ഓർക്കാതെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ലേ ഇതിൽ. ആൻഡ് ആ ഒരു വേരിയബിളിൻ്റെ ക്വസ്റ്റ്യൻസ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മുടെ എക്സ്പ്ലോറേറ്ററി എക്സ്പെരിമെൻ്റൽ റിസർച്ച് ആ ഒരു ടൈപ്പ് ഓഫ് റിസർച്ചിനകത്ത് നിന്ന് വരുന്നൊരു ക്വസ്റ്റ്യൻസും CDPയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ റിസർച്ച് ഡിസൈൻസ് ഇൻവോൾവ് കളക്ഷൻ ഓഫ് ഡേറ്റ ആൻഡ് ഔട്ട്കം പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം, അതായത് ക്രോസ് സെക്ഷണൽ സ്റ്റഡി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും ഉണ്ടായിരുന്നു. അത് രണ്ടും ഞാൻ ഈ ഒരു ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. മറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നോക്കണ്ട, ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം CDPയുടെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. CDPയുടെ ആ ക്വസ്റ്റ്യൻ കോഡ് കൂടി ഞാൻ ആദ്യം മെൻഷൻ ചെയ്തിരുന്നു. അത് നമ്മുടെ റിസർച്ചിൻ്റെ ഏത് മേഖലയിൽ നിന്ന് വന്നതാണ്, റിസർച്ചിൻ്റെ ബേസിക് സ്റ്റെപ്സിൽ നിന്നും ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആ ഒരു ടൈപ്പ് ഓഫ് റിസർച്ച് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നൊക്കെ വന്ന ക്വസ്റ്റ്യൻസുകളാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ
ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് വളരെ കുഞ്ഞു പോർഷൻ ആയിരുന്നു. അതായത് നമ്മൾ CDP-യുടെ പ്രീവിയസ് സോഷ്യൽ റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ആ ഒരു സിലബസിനെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി ആ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട്. ഓക്കെ, അത്രയും കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായെന്ന് കരുതുവാണ്. മറ്റൊരു സെഷനിൽ നമുക്ക് റിസർച്ച് പോർഷനിൽ നിന്നുള്ള ഓരോ ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ദെൻ താങ്ക് യു ഓൾ.